ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഇൻസ്റ്റാഗ്രാം ലൈറ്റ് എന്ന ആപ്പ് ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് അടുത്തന്നെ ഇന്ത്യയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ MI TV ഷിപ്മെന്റ് 50 ലക്ഷം യൂണിറ്റ് എത്തിയെന്ന് ഷവോമി അറിയിച്ചിരിക്കുകയാണ്. 2 കൊല്ലം കൊണ്ടാണിത്. ഫോർട്ട്നൈറ്റിൽ സ്പൈ വിത്തിൻ എന്ന പുതിയൊരു ഗെയിം മോഡ് വന്നിരിക്കുകയാണ്. ഗൂഗിൾ ഫോട്ടോസിൽ സിനിമാറ്റിക് ഫോട്ടോ റെൻഡേഴ്സ് എന്ന ഫീച്ചർ അടുത്ത മാസം എത്തും. ഇതിൽ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് 3D സീൻസ് ക്രിയേറ്റ് ചെയ്യും. MI QLED TV 4K ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് 55 ഇഞ്ച് TV ആണ്. ഇതിൽ HLG, HDR10, HDR10+, പിന്നെ ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മീഡിയാടെക്കിൻ്റെ MT9611 എന്ന ക്വാഡ് കോർ പ്രൊസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 GB റാമും 32 GB ഇന്റേണലും വരുന്നുണ്ട്. ഈ ടിവിയുടെ വില വരുന്നത് 54,999 രൂപയാണ്. സൈബർപങ്ക് 2077 എന്ന ഗെയിം ഡെവലപ്മെന്റിൽ PS4ഉം അതുപോലെ Xbox One വെർഷനും ഇഗ്നോർ ചെയ്തുവെന്ന് CD Projekt Red അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സൈബർപങ്ക് 2077 എന്ന ഗെയിം ലോഞ്ച് ചെയ്ത സമയത്ത് അതിൽ ചില ഗ്ലിച്ചുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്ലിച്ച് കാരണം CD Projekt ഫൗണ്ടറുടെ സമ്പാദ്യത്തിൽ നിന്നും $1 ബില്യൺ കുറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അതായത് ഏകദേശം 7,300 കോടി. Among Us എന്ന ഗെയിം നിന്റെൻഡോ സ്വിച്ചിൽ ക്രോസ് പ്ലാറ്റ്ഫോം ഗെയിമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രിൻസ് ഹാരിയും മേഗൻ മാർക്കലും സ്പോട്ടിഫൈയുമായിട്ട് പോഡ്കാസ്റ്റ് ഡീലിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ട്വിറ്റർ 2021 മാർച്ചോടെ പെരിസ്കോപ്പ് സ്ട്രീമിംഗ് ആപ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു. യൂസേഴ്സിൻ്റെ കുറവും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവ് കൂടുതലും കാരണമാണിത്. നെറ്റ്ഫ്ലിക്സിൽ ഓഡിയോ ഓൺലി മോഡ് ആൻഡ്രോയിഡിൽ വരുന്നു. ഇതിൽ സ്ക്രീന് ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണിക്കുക, സൗണ്ട് മാത്രമേ ഉണ്ടാവൂ. ഹുവാവെ ഹാർമണി OS 2.0 ബീറ്റ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹുവാവെ P40 സീരീസ് അതുപോലെ ഹുവാവെ Mate 30 സീരീസ് പോലുള്ള ഫോണുകളിലൊക്കെ ഇപ്പം ഇത് സപ്പോർട്ട് ചെയ്യും. മൈക്രോസോഫ്റ്റ് സർഫസ് ഡ്യൂ 2021 തുടക്കത്തിൽ കാനഡ, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്യും. ആപ്പിൾ വാച്ചിൽ ടച്ച് ഐഡിയും അതുപോലെ അണ്ടർ സ്ക്രീൻ ക്യാമറയും യൂസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. GTA 6 എന്ന ഗെയിം പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തുമെന്നാണ് റിപ്പോർട്ട്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി PUBGയുടെ ഇന്ത്യയിലെ ലോഞ്ചിന് ഇതുവരെ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. HBO Max ആപ്പ് റോക്കുവിലും അതുപോലെ PlayStation 5ലും എത്തിയിരിക്കുകയാണ്. 2021 തുടക്കം മുതൽ ഗൂഗിൾ ക്രോംകാസ്റ്റ് യൂസേഴ്സിന് ആപ്പിൾ TV സർവീസ് ആക്സസ് ലഭിക്കും. ഫേസ്ബുക്ക് തലച്ചോറിലെ കാര്യങ്ങൾ റീഡ് ചെയ്യാൻ പറ്റിയ ടൂൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് ഫേസ്ബുക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇൻഫിനിക്സിൻ്റെ സ്നോക്കോർ A10 എന്ന സൗണ്ട് ബാർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് 4,499 രൂപയാണ്. ഗൂഗിൾ വണ്ണിൽ 10 TB സ്റ്റോറേജിന് മുകളിലുള്ള പ്ലാനുകൾക്ക് 50% പ്രൈസ് കട്ട് വന്നിരിക്കുകയാണ്. ഗൂഗിൾ പുതിയൊരു സ്മാർട്ട് ബാൻഡ് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. PUBG മൊബൈൽ 2020 ടോപ്പ് ഗ്രോസിംഗ് ഗെയിമായിരിക്കുകയാണ്. $2.6 ബില്യൺ ആണ് ഇതിൻ്റെ റവന്യൂ. iOS 9.0 അല്ലെങ്കിൽ അതിലും താഴെ വരുന്ന സോഫ്റ്റ്വെയറുമായിട്ട് വരുന്ന ആപ്പിൾ ഐഫോണുകളിൽ ജനുവരി മുതൽ വാട്സപ്പ് സപ്പോർട്ടാവില്ല. പോക്കോ ഇന്ത്യയിലെ ടോപ്പ് 5 ഓൺലൈൻ സ്മാർട്ട് ഫോണുകളുടെ ലിസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. വിവോ പുതിയൊരു ഫോൾഡബിൾ ഫോൺ പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ സ്റ്റൈലസ് പെന്നും വരുന്നുണ്ട്. വിവോ Y31 4G എന്ന ഫോണ് NBTC, IMDA, BIS, EEC, ബ്ലൂടൂത്ത്, SH സർട്ടിഫിക്കേഷൻ സൈറ്റുകളിലൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോൺ ഇന്ത്യയിലെ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സാംസങ് M02s എന്ന ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് സാംസങ് A02s എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 450 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് ചാൻസ്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. ഓപ്പോ A15s എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. 4 GB റാമും 64 GB ഇന്റേണലുമാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 13 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 4230 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 11,490 രൂപയാണ്. വിവോ Y30 സ്റ്റാൻഡേർഡ് എഡിഷൻ എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയുമാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 6 GB റാം 128 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 1398 yuan ആണ്. അതായത് ഏകദേശം 15,700 രൂപ. സാംസങ് നോട്ട് സീരീസ് ഇനി ഉണ്ടാവില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ സാംസങ് ഇത് നിഷേധിച്ചിരിക്കുകയാണ്.
സാംസങ് S21 5G എന്ന ഫോണിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ പ്രസ് റെൻഡർ ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. ഇവാൻ പ്ലസ് എന്ന ലീക്സ്റ്ററാണ് ഇതിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. സാംസങ് S21 അൾട്രയുടെ മറ്റൊരു ഹൈ ക്വാളിറ്റി റെൻഡർ ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ S Pen കാണിക്കുന്നുണ്ട്. Exynos 2100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് A32 5G എന്ന ഫോണിന് FCC സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ NFC സപ്പോർട്ട് ചെയ്യും. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ Android 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. സാംസങ് A72 എന്ന ഫോണിൻ്റെ എന്ന് പറയുന്ന റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നതായിരിക്കും. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് A02 എന്ന ഫോൺ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 105 പോയിന്റും മൾട്ടി കോറിൽ 332 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ MT6739 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 2GB RAM വെർഷനാണ് ഇപ്പോൾ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. വിവോ V20 2021 എന്ന ഫോൺ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാമെന്നാണ് റിപ്പോർട്ട്. ഈ ഒരു ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിക്സ് സ്മാർട്ട് HD 2021 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.1 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ A20 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 2GB RAM 32GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 8 മെഗാ പിക്സലിലെ ക്യാമറയും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിലെ ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 5999 രൂപയാണ്. വിവോ X60 എന്ന ഫോൺ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 888 പോയിന്റും മൾട്ടി കോറിൽ 3244 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. Exynos 1080 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 12GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. വിവോ IQ7 എന്ന ഫോൺ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ Snapdragon 888 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. Realme 8 സീരീസ് ഇന്ത്യയിൽ ജനുവരി 2021 ലോഞ്ച് ചെയ്തേക്കാമെന്നാണ് റിപ്പോർട്ട്. Realme 8 സീരീസിൽ Realme 8 പിന്നെ Realme 8 Pro എന്നീ ഫോണുകളായിരിക്കും വരിക. മുകുൽ ശർമ്മ എന്ന ലെക്ചറാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. Redmi 9 Power എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. Snapdragon 662 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 4GB RAM 64GB ഇന്റേണൽ വെർഷനും 4GB RAM 128GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 6000 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 4GB RAM 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയും 4GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയുമാണ്. ഇത് ചൈനയിൽ ലോഞ്ച് ചെയ്ത Redmi Note 9 4G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്.